നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. ആദ്യം ചൊല്ലിക്കൊടുക്കണം, പിന്നെ തല്ലിക്കൊടുക്കണം. ഒട്ടും കേൾക്കുന്ന ഇല്ല എങ്കിൽ അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം. ചിലതൊക്കെ അങ്ങനെയാണ്. ചൊല്ലിയാലും തല്ലിയാലും എത്ര കിട്ടിയാലും പഠിക്കുകയില്ല, മനസ്സിലാകുകയില്ല. തള്ളിക്കളഞ്ഞാലോ ആ ദുരന്തവും നമ്മൾ തന്നെ പേറേണ്ടി വരും. പറഞ്ഞു വന്നത് 2018 പ്രളയത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലടക്കമുണ്ടായ വെള്ളപ്പൊക്കത്തെയും കുറിച്ചുമാണ്. അതായത് 2018 വലിയ പ്രളയം അതൊരു വലിയ പാഠമാണ്. പക്ഷെ അതിൽ നിന്നും ആ ഒരു സംഭവം ഉണ്ടായിട്ടും ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ എടുക്കാതെ അധികൃത ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ദിവസത്തെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ കേരളത്തെ വിഴുങ്ങിയ പ്രളയത്തിൽ നിന്ന് കേരളം ഒന്നും ഇതുവരെ പഠിച്ചില്ല എന്ന് വ്യക്തം. ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും യാതൊരു മുന്നൊരുക്കവും ഈ മഴക്കാലത്തും എടുത്തിരുന്നില്ല. ഉണ്ടായ ഗുരുതര വീഴ്ചയ്ക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. 2018-2019 വർഷങ്ങളിലെ വൻ പ്രളയത്തിൻ്റെ കാരണങ്ങൾ, വെള്ളം ക്രമാതീതമായി കയറിയ സ്ഥലങ്ങൾ, പെയ്ത മഴയുടെ തോത്, വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ, നദികളിൽ അടിഞ്ഞ മണ്ണിൻ്റെ അളവ് എന്നിവയെക്കുറിച്ച് എന്ത് കണക്കാണ് സംസ്ഥാനത്തിൻ്റെ പക്കലുള്ളത് എന്ന ചോദ്യമാണ് നിലവിൽ ബാക്കിയാകുന്നത്. 2018 പ്രളയത്തിന് ശേഷം എന്തെങ്കിലും തയ്യാറെടുപ്പോ മുൻകരുതലോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കൃത്യമായ കണക്കുകൾ കൈവശമില്ല. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്തു. മുൻ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ശാസ്ത്രീയ പഠനങ്ങളും കണക്കുകളും ദുരന്ത നിവാരണത്തിന് അനിവാര്യമായെന്നിരിക്കെ അതിനായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ പത്തനംതിട്ടയിൽ അടക്കമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും പരിസ്ഥിതി വിദഗ്ധർ അടക്കം ചോദിക്കുന്നുണ്ട്. കണക്കുകളും പഠന റിപ്പോർട്ടുകളും പ്രാദേശിക തലത്തിലേക്ക് കൈമാറി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരുന്നതാണ്. അത് ചെയ്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് മുൻപ് പ്രളയമുണ്ടായ അതേ സ്ഥലങ്ങൾ തന്നെ വീണ്ടും മുങ്ങാൻ കാരണമായത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഇപ്പോഴും അവിടെ പലയിടത്തും വെള്ളം താഴ്ന്നിട്ടില്ല. വലിയൊരു പാഠമായിട്ട് ഇപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. 2018 പ്രളയമുണ്ടായത്. അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെയും ആ 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച ഇടങ്ങളൊന്ന് റാന്നിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ആ മഴ പെയ്തിറങ്ങി ഒരൊറ്റ രാത്രി കൊണ്ട് വീണ്ടും മുങ്ങിയത്. ജനങ്ങളൊക്കെ അവരുടെ വീടുകളൊക്കെ വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം ഉണ്ടായി. നഷ്ടം ആർക്കാണ്? ആ ജനങ്ങൾക്ക് മാത്രമാണ്. എത്രയോ പേരുടെ വീടുകളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടത്. ഈ വെള്ളം അങ്ങ് ഇറങ്ങുമായിരിക്കും, പക്ഷെ വെള്ളം ഇറങ്ങി ആ വീട്ടിലേക്ക് പോകുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തായാലും ആ പ്രദേശം വീണ്ടും മുങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് വീണ്ടും അത്തരത്തിൽ 2018 അതേ സംഭവം ആവർത്തിക്കുമ്പോൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ആർക്കാണ് വീഴ്ച സംഭവിച്ചതെന്നൊക്കെ ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. റിവർ ഫോർ റൂം എന്നൊക്കെ പറഞ്ഞു എവിടെയാണെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അധികൃതർക്ക്, മുൻ സർക്കാരിലെ വ്യക്തികൾക്കൊന്നും മറുപടിയില്ല. ഇപ്പോഴത്തെ സർക്കാരും നമുക്കറിയാവുന്നതുപോലെ തന്നെ അധികൃതർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെന്തായാലും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ റാന്നിയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൊല്ലിയാലും തല്ലിയാലും പഠിച്ചിട്ടില്ല എങ്കിൽ തള്ളിക്കളയുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടം വരുന്ന സാധാരണക്കാരായ ജനങ്ങളാകേണ്ടി വരും. എന്തായാലും മുന്നറിയിപ്പോൾ ഗൗരവത്തിൽ എടുത്തിട്ടില്ല അല്ലെങ്കിൽ പഠിച്ച പാഠങ്ങളിൽ നിന്നും യാതൊരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ല എന്നതിനൊക്കെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ കാഴ്ച മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ അലേർട്ട് നൽകുന്നതിൽ വീഴ്ചകൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ ഗൗരവത്തിലായില്ല. വെള്ളിയാഴ്ച ജില്ലയിൽ ചുവപ്പ് ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിലും വേണ്ടത്ര മുന്നറിയിപ്പുകളോ ജാഗ്രതാ നിർദ്ദേശമോ നൽകിയിരുന്നില്ല. വൈകിട്ടോടെയാണ് മഴ ശക്തമായത്. വ്യാഴാഴ്ച ജില്ലാ കളക്ടർമാർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നും നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും റവന്യൂ മന്ത്രി അടക്കമുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിയോ ജില്ലാ ഭരണകൂടമോ ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടിയില്ല. സാധാരണ കിട്ടുന്ന മഴയേക്കാൾ കുറവാണ് ഇത്തവണ കിട്ടിയെന്നതിനാൽ നദികളും നീരുറവുകളും വറ്റി വരേണ്ട സാഹചര്യം മുൻനിർത്തി പെട്ടെന്നൊരു പ്രളയം അധികൃതരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ എന്ന ചോദ്യം ഉയരും. പക്ഷേ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവർ അതിൻ്റെ ഒരു നഷ്ടമൊക്കെ പേറേണ്ടി വരും. അതേസമയം പമ്പയിൽ ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാലും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാലും സുരക്ഷ മുൻനിർത്തി നിറപുത്തിരി ചടങ്ങിനായി തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശമൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. അതേസമയം
പമ്പ ചെറുകിട ജലസേചന പദ്ധതിയുടെ മണിയാർ സംഭരണി തുറന്നിട്ടത് പമ്പാ നദിയിൽ വെള്ളം ഉയർന്ന് മിന്നൽ പ്രളയത്തിന് കാരണമായി എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനു വേണ്ടി ജനുവരി മുതൽ ജലസേചന വകുപ്പിന്റെ മണിയാർ സംഭരണി തുറന്നിരിക്കുകയാണ്. വേനൽക്കാലത്ത് വെള്ളം ഒഴുക്കിവിട്ട ശേഷം സംഭരണിയുടെ ഷട്ടർ അടച്ചിട്ടില്ല. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം നേരെ പമ്പാ നദിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഷട്ടറുകൾ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കഴിഞ്ഞിട്ടുമില്ല. മഴ ശക്തമാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതയും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമായതോടെ മൂഴിയാറിലും ഷട്ടറുകൾ തുറന്നു. പെരുന്നാട് പവർ സ്റ്റേഷനിലും വെള്ളത്തിനടിയിലാണ്. അള്ളുങ്കൽ, കാരിക്കയം പദ്ധതികളുടെ വൈദ്യുതി ഉൽപ്പാദനവും തടസ്സപ്പെട്ടു. ശക്തമായ പേമാരിയും ഉരുൾപൊട്ടലും കാരണം നദികൾ കരകവിഞ്ഞതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയമുണ്ടായത് അക്ഷരാർത്ഥത്തിൽ വളരെയധികം നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല നമ്മൾ ജനങ്ങൾക്കൊക്കെ വലിയൊരു ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. കോടികൾ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. നൂറുകണക്കിന് ദുരിതബാധിതരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മഴ മുന്നറിയിപ്പ് കൂടി നോക്കാം. ഇത്രയും പറഞ്ഞ സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പ് കൂടി നമ്മൾ നോക്കണമല്ലോ. വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിലെ കാസർഗോഡ് ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 3 മണിക്കൂർ മാത്രം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ: പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളുടെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഗതാഗത കുരുക്കുണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക. ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. ജാഗ്രത വേണം. ഇവിടെ ഉള്ളവർ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക. മാത്രമല്ല ഇന്ന് മഞ്ഞ അലർട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ അലർട്ടാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.